കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് കൊച്ചി. അതിവേഗം വളരുന്ന നഗരം. കൊച്ചി പഴയ കൊച്ചിയല്ലെങ്കിലും ബിലാൽ പഴയ ബിലാലാണെന്ന സിനിമാ ഡയലോഗ് ഇവിടുത്തെ നടപ്പാതകളുടെ കാര്യത്തിലെങ്കിലും തൽക്കാലം ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. കാണാം ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊച്ചിയിൽ കാൽനട യാത്രക്കാർക്ക് അല്പം അഭ്യാസം കൂടി പഠിച്ചിരിക്കണം. കാരണം എവിടെ എങ്ങനെയാണ് ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ദാ ഇതുപോലെ കൊച്ചിയിൽ പലയിടങ്ങളിലാണ് ഫുട്പാത്തുകൾ തകർന്ന നിലയിൽ കിടക്കുന്നത്. കൊച്ചിയിൽ പലയിടങ്ങളിലെയും അവസ്ഥ ഇതാണ്. നടപ്പാതകൾ പകുതിയും തകർന്നു കിടക്കുകയാണ്. നടപ്പാതകളിലെ ടൈലുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. കൂടാതെ ചെറുകുഴികൾ അപകടം ഇരട്ടിയാക്കും. കലൂർ, പാലാരിവട്ടം ജംഗ്ഷൻ, MG റോഡ്, JLN സ്റ്റേഡിയം തുടങ്ങി പല ഭാഗത്തും നടപ്പാതകളിലെ ടൈലുകൾ ഇളകിക്കിടക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് പൊട്ടിക്കിടക്കുന്നവ പോലും മാറ്റിയിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ, ആദ്യമുണ്ടായിരുന്നത് പൊളിഞ്ഞുപോയി. അതിനുശേഷം അതിന്റെ മുൻപിൽ മറ്റൊന്നുകൂടി വെക്കുന്നു, അതും പൊട്ടിപ്പൊളിഞ്ഞുപോയി. പിന്നീട് ഏതോ പാവപ്പെട്ടവൻ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ടൈൽസ് കൊണ്ടിട്ടിരിക്കുകയാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ഇതിലെ നടന്നു പോകുന്ന ആളുകൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കുണ്ടായിരുന്നത് പോലും ഇവിടെയുള്ള അധികൃതർക്കുണ്ടാകുന്നില്ലല്ലോ എന്നാണ് ഇതിലെ കടന്നു പോകുന്ന ഓരോ നാട്ടുകാരും ചോദിക്കുന്നത്. നിരവധി കാൽനട യാത്രക്കാരാണ് ദിവസവും ഈ വഴി പോകുന്നത്. പലയിടത്തും മാൻഹോളിന്റെ മൂടി ദ്രവിച്ചിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ പലപ്പോഴും കാനകൾ കാണാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ടുമുണ്ടാകുമ്പോൾ അപകടങ്ങൾ കൂടും. സൂക്ഷിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഓടകളിൽ വീഴാം. പലപ്പോഴും ഈ യാത്രക്കാർ ഈ വാഹനങ്ങളുടെ അധിക പ്രവാഹമുള്ള കാരണം ഈ സൈഡിലെ ഫുട്പാത്തുകളാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അത് പരമാവധി നല്ല രീതിയിലാക്കിയില്ലെങ്കിൽ ഇവിടെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ആരോട് പറയാനാ? വീണ അവനവന് പൈസ പോയി ഡോക്ടറെ കാണാം. ഈ സർക്കാർ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഉള്ള കാര്യം പറയാം, എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഇതായിട്ട് താറുമാറായിട്ട് കിടക്കണേന്ന് ഒരു കാര്യമില്ല. ഈ ഭരണം മോശം തന്നെയെന്ന് പറയാൻ പറ്റുള്ളൂ. നടപ്പാതകളോട് ചേർന്ന് കിടക്കുന്ന കാനകളും അപകടം വിളിച്ചു വരുത്തുകയാണ്. പലതിനും മൂടിയില്ല. കാലൊന്നു വഴുതിയാൽ കാനയിൽ വീഴും. ഉണ്ടാകുന്നത് വലിയ അപകടമായിരിക്കും. പലയിടത്തെയും ഓടകളിൽ വിടവുകളുണ്ട്. ഇതിൽ കാൽ കുടുങ്ങാനും സാധ്യതകൾ ഏറെയാണ്. രാത്രികാലങ്ങളാണ് അപകടം കൂടുതലുണ്ടാകുന്നത്. പലപ്പോഴും കാൽനട യാത്രക്കാർ വീഴുമ്പോൾ തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് രക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ കൊച്ചിയിൽ കൂടെ നടക്കണമെങ്കിൽ കുറച്ചൊക്കെ അഭ്യാസങ്ങൾ പഠിക്കണം. ഒരു അപകടമുണ്ടാകുമ്പോഴല്ല സുരക്ഷയൊരുക്കേണ്ടത്. ആദ്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൃത്യമായിട്ടുണ്ടാകണം. കൊച്ചിയിൽ നിന്നും അതീഷിനൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.